അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യത്വത്തിൻ്റെ നേർചിത്രം വരച്ചു കാട്ടുന്ന ഒരു കഥയുമായാണ് നാം ഇന്ന് വന്നിരിക്കുന്നത്. വൃദ്ധനായ മനുഷ്യനെ സഹായിച്ച പെൺകുട്ടിയുടെ കഥ. തിരക്കേറിയ പട്ടണത്തിലെ പ്രധാന റോഡിലൂടെ നടന്നു പോകുമ്പോൾ സുഹ്റ ഒരു വാഹനാപകടം കണ്ടു. ഒരു വൃദ്ധൻ റോഡിൽ വീണ് കിടക്കുകയാണ്. ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നുണ്ടെങ്കിലും ആരും അദ്ദേഹത്തെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നില്ല. ഇത് കണ്ടപ്പോൾ സുഹ്റയ്ക്ക് വിഷമം തോന്നി. ഒരു നിമിഷം പോലും ആലോചിക്കാതെ സുഹ്റ ആൾക്കൂട്ടത്തിനിടയിലൂടെ മുന്നോട്ടു ചെന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളമെടുത്ത് ആ വൃദ്ധന്റെ ചുണ്ടിൽ ഉറ്റിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് കുറച്ചു വെള്ളം തളിച്ചു. പതിയെ കണ്ണു തുറന്ന വൃദ്ധനോട് അവൾ ചോദിച്ചു, "നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ നിങ്ങളെ ആശുപത്രിയിലെത്തിക്കാൻ സഹായിക്കണോ?" അദ്ദേഹം നന്ദിയോടെ സുഹ്റയെ നോക്കി, "മോള് പേടിക്കേണ്ട, എനിക്ക് വലിയ കുഴപ്പമില്ല." അപ്പോഴേക്കും ആളുകളിൽ ഒരാൾ ആംബുലൻസിനെ വിളിച്ചിരുന്നു. ആംബുലൻസ് വരുന്നതുവരെ സുഹ്റ അദ്ദേഹത്തോടൊപ്പം നിന്നു. ആംബുലൻസ് വന്നപ്പോൾ വൃദ്ധനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആംബുലൻസ് പോയ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മകൻ സലീം അവിടേക്കെത്തി. സലീം സുഹ്റയോട് നന്ദി പറഞ്ഞു. "ഇന്ന് നിങ്ങൾക്കൊരു മോളായി, നാളെ നിങ്ങൾക്കൊരു മകനായും അതിനപ്പുറം ഒരു സഹോദരനായും ദൈവം തുണയാകും. ഒരു നന്ദി പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല നിങ്ങൾ ചെയ്ത ഈ നന്മ," സലീം നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. ആരും തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ സുഹ്റ കാണിച്ച കാരുണ്യവും സ്നേഹവുമാണ് ഒരു ജീവൻ രക്ഷിക്കാൻ കാരണമായത്. നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അതുവഴി നമുക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. കാരണം വൃദ്ധനായ മനുഷ്യനെ സലീം സമയത്തിന് ആശുപത്രിയിലെത്തിച്ചു. സമയത്ത് ചികിത്സ ലഭിച്ചതുകൊണ്ട് അദ്ദേഹം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. സലീം സുഹ്റയെ കാണാൻ അവളുടെ വീട്ടിലെത്തി. "നിങ്ങൾ കാരണം എന്റെ ഉപ്പയെ എനിക്ക് തിരികെ ലഭിച്ചു. ഈ നന്മയ്ക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ ഉപ്പയ്ക്ക് നിങ്ങളെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്," സലീം സുഹ്റയോട് പറഞ്ഞു. അടുത്ത ദിവസം സുഹ്റ ആശുപത്രിയിലെത്തി വൃദ്ധനെ കണ്ടു. "മോളെ, എന്റെ ജീവൻ തിരികെ നൽകിയതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല," വൃദ്ധൻ നിറഞ്ഞ കണ്ണുകളോട് പറഞ്ഞു. സുഹ്റ പുഞ്ചിരിച്ചു. "നിങ്ങൾക്കു വേണ്ടി ചെയ്യാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ്." അത്ഭുതകരമായ ആ കൂടിക്കാഴ്ച സുഹ്റയുടെ ജീവിതം മാറ്റിമറിച്ചു. സലീം സുഹ്റയുമായി കൂടുതൽ അടുത്തു. ഒടുവിൽ അവർ വിവാഹിതരായി. അവർ വൃദ്ധനായ ആ മനുഷ്യനെയും ചേർത്തുപിടിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ചെറിയ നന്മയിലൂടെ ഒരു ജീവൻ രക്ഷിക്കുകയും അതോടൊപ്പം സ്വന്തം ജീവിതം സഫലമാക്കുകയും ചെയ്ത സുഹ്റയുടെയും സലീമിന്റെയും കഥ ഒരു യഥാർത്ഥ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കഥയായി തലമുറകളിലേക്ക് കൈമാറി. മേലെ നിറയുന്ന നിലവിൻ്റെ കനിവായി നീ വന്നതെന്നെന്നും ഓർക്കുന്നു യാ സുഹ്റ. എൻ്റെ പൊൻവീണയായി നീ വന്നെങ്കിലോ എന്നും എന്നോട് മണവാട്ടി നീയല്ലേ. പൊന്നാരമേ എൻ്റെ സുഹ്റ, നീ എത്ര തേടും നിതാ നിന്റെ കാൽപ്പാടുകൾ. സുഹ്റ, 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 എൻ്റെ സുഹ്റ. എൻ്റെ ജീവിതന്റെ പാതി നീ വന്നെത്തുകിൽ എൻ്റെ റൂഹായി ഞാൻ നിന്നെ ചേർത്തിടാം. എൻ പൊന്നാരമേ, നീ പോയി മാഞ്ഞോ എൻ്റെ സുഹ്റ, സുഹ്റ. സുഹ്റയും സലീമും രണ്ട് വ്യത്യസ്ത ലോകങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. സുഹ്റ ചെറുപ്പത്തിലെ കലയോടും പുസ്തകങ്ങളോടും പ്രണയമുള്ള ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി. അവൾക്ക് നിറങ്ങളും വാക്കുകളും കൂട്ടിച്ചേർത്ത് സ്വന്തമായൊരു ലോകം ഉണ്ടാക്കിയെടുക്കാനായിരുന്നു ഇഷ്ടം. എന്നാൽ സലീം യാഥാസ്ഥിതികമായ കുടുംബത്തിൽ നിന്നുള്ള സ്വന്തം ജോലിയും ജീവിതവും മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുന്ന ഒരാളായിരുന്നു. വിവാഹം നിശ്ചയിക്കപ്പെട്ടപ്പോൾ സുഹ്റയ്ക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ കുടുംബത്തിന്റെ ആഗ്രഹപ്രകാരം നടന്ന ഒരു സാധാരണ വിവാഹം. എന്നാൽ സലീമിന് അവളോട് ഒരുതരം ആരാധന തോന്നി. അവളുടെ കണ്ണുകളിലെ സ്വപ്നങ്ങളും നിഷ്കളങ്കതയും അവനെ ആകർഷിച്ചു. വിവാഹശേഷം അവരുടെ ജീവിതം പ്രതീക്ഷിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല. സുഹ്റയ്ക്ക് കലയെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചുമെല്ലാം സംസാരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സലീം അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ തന്റെ ജോലിയെക്കുറിച്ചും സാമ്പത്തിക ഭാവിയെക്കുറിച്ചും മാത്രമാണ് സംസാരിച്ചത്.
സുഹറയുടെ മനസ്സിലെ സ്വപ്നങ്ങൾ ഒരു ഇരുട്ടുമുറിയിലെന്ന പോലെ പൂട്ടിയിട്ടു. സുഹറയുടെ സ്വപ്നങ്ങൾ ഇല്ലാതാകുന്നതറിഞ്ഞ് സലീമിന് പശ്ചാത്താപം തോന്നി. ഒരു ദിവസം സുഹറയുടെ വരച്ച ചിത്രങ്ങൾ അവൻ കണ്ടു. അതിലെ നിറങ്ങൾ മങ്ങിയ പോലെ അവന് തോന്നി. അവളുടെ വിഷമം അവന് മനസ്സിലായി. സലീം സുഹറയെ ചേർത്തുപിടിച്ച് അവളോട് മാപ്പ് പറഞ്ഞു. നിന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം. നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യണം, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് സലീം അവളെ പിന്തുണച്ചു. അതുമുതൽ അവരുടെ ജീവിതം പതിയെ നിറമുള്ളതായി തീർന്നു. സുഹറയുടെ ഇഷ്ടങ്ങളും സലീമിന്റെ ആഗ്രഹങ്ങളും അവർ പരസ്പരം മനസ്സിലാക്കി. അവരുടെ ജീവിതം സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പുതിയ അധ്യായം തുടങ്ങി. സുഹറയുടെയും സലീമിന്റെയും ജീവിതം ഒരു നദി പോലെ ഒഴുകുകയായിരുന്നു. ചിലപ്പോൾ ശാന്തമായി, മറ്റു ചിലപ്പോൾ ഇരമ്പിയാർത്ത്. സലീം സുഹറയുടെ വരയെ ഒരു വരുമാനമാർഗമാക്കാൻ തീരുമാനിച്ചു. ഓൺലൈൻ വെബ്സൈറ്റുകളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും അവളുടെ ചിത്രങ്ങൾ വിൽക്കാൻ തുടങ്ങി. ആദ്യം സുഹറയ്ക്ക് മടിയായിരുന്നെങ്കിലും സലീമിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ സമ്മതിച്ചു. അവരുടെ ആദ്യത്തെ ചിത്രം വിറ്റപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സലീം ഒരു കുഞ്ഞിനെപ്പോലെ സന്തോഷിച്ചു. സുഹറയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ സ്വപ്നങ്ങൾക്ക് ഒരു വിലയുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അതൊരു പുതിയ തുടക്കമായിരുന്നു. അവർക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ സുഹറയുടെ ലോകം ഒന്നുകൂടി വലുതായി. കുഞ്ഞിന് നിറങ്ങൾ കാട്ടിക്കൊടുക്കാനും കഥകൾ പറഞ്ഞുകൊടുക്കാനും അവൾ കൂടുതൽ സമയം കണ്ടെത്തി. സലീം ജോലി കഴിഞ്ഞെത്തുമ്പോൾ അവനും ഈ ലോകത്തിന്റെ ഭാഗമായി. കുഞ്ഞിന് വരച്ചുകൊടുക്കാനും കഥകൾ പറഞ്ഞുകൊടുക്കാനും അവനും താൽപ്പര്യമെടുത്തു. സുഹറയുടെയും സലീമിന്റെയും ജീവിതം പണത്തെക്കുറിച്ചുള്ള ആവലാതികളിൽ നിന്ന് കലയോടും സ്നേഹത്തോടുമുള്ള പ്രണയമായി മാറി. അവർ പരസ്പരം താങ്ങും തണലുമായിരുന്നു. ഓരോ ദിവസവും അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമായിരുന്നു. പരസ്പരം മനസ്സിലാക്കി അവരുടെ ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് അവർ മുന്നോട്ടു പോയി. ഈ ജോലിസ്ഥലത്തു നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ റോഡ് മുറിച്ച് കടക്കുന്ന ഒരു കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചു. കാർ പെട്ടെന്ന് വെട്ടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് ഒരു മതിലിലിടിച്ചു. ഗുരുതരമായ പരിക്കുകളോടെ സലീമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുഹറ ഈ വാർത്തയറിഞ്ഞ് തകർന്നുപോയി. അവളുടെ ലോകം ഒരു നിമിഷം കൊണ്ട് ഇരുട്ടിലായി. സലീമിന്റെ കൈക്കും കാലിനും ഒടിവുകളുണ്ടായിരുന്നു. മാസങ്ങളോളം അവൻ കിടപ്പിലായി. ആശുപത്രിയിലെ ബില്ലുകളും മറ്റു ചെലവുകളും സുഹറയെ ഭയപ്പെടുത്തി. അവളുടെ ചിത്രം വിറ്റുകിട്ടിയ പണം ഈ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ അവൾ നിർബന്ധിതയായി. സലീം വിഷാദത്തിലായി. തന്റെ വരുമാനം നിന്നപ്പോൾ അവൻ സ്വയം നിസ്സഹായനായി തോന്നി. സുഹറ തന്റെ വരുമാനവും സന്തോഷവും നശിച്ചതിനെക്കുറിച്ച് സലീമിനോട് എപ്പോഴെങ്കിലും ദേഷ്യം കാണിക്കുമോ എന്ന് അവൻ ഭയന്നു. എന്നാൽ സുഹറ സലീമിനെ എല്ലാവിധത്തിലും പിന്തുണച്ചു. അവൾ അവനോട് പറഞ്ഞു, നമ്മുടെ സ്നേഹമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ചിത്രങ്ങൾ വീണ്ടും വരയ്ക്കാൻ എനിക്ക് സാധിക്കും, പക്ഷേ നിങ്ങളെപ്പോലൊരു മനുഷ്യനെ എനിക്ക് വീണ്ടും കിട്ടില്ല. സുഹറയുടെ വാക്കുകൾ സലീമിന് ആശ്വാസമായി. അപകടം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയുണ്ടാക്കി. എന്നാൽ അത് അവരുടെ സ്നേഹത്തെയും പരസ്പര ധാരണയെയും കൂടുതൽ ദൃഢമാക്കി. നീയില്ലേ എൻ കൂടെ, എൻ സഖിയായി നീയില്ലേ, നീ വന്ന എൻ ദിനങ്ങൾ ബഹുരസമാകും എൻ സഖിയേ. വന്നു വന്നു നിന്നാലോ കാണിയാലോ, വന്നു വന്നു പോകുമ്പോൾ എൻ സഖിയായി, ഈ ലോകത്തിലെന്നും എൻ സ്വന്തമായി. എൻ്റെ പൊന്നു സുഹ്റ, നീ എന്നെ വിട്ട് പോവരുതേ. കരയിൽ എൻ്റെ പൊന്നിധിയെ, ഞാനിവിടെങ്ങും നിൽപ്പാണ്. പറയൂ പറയൂ എന്തീ മൗനം, നിലവിൽ തെളിയും ഞാൻ ഇന്നിവിടെ. അവിടെയോ നടക്കുന്ന കാര്യങ്ങളെപ്പോഴും എന്നോടൊന്ന് ചൊല്ലൂ. മാസം ഒരുപാട് കിടന്നപ്പോൾ സുഹറയുടെ കഷ്ടപ്പാടുകൾ അവൻ നേരിൽ കണ്ടു. ചികിത്സാ ചെലവുകൾക്കായി അവൾ കൂടുതൽ ചിത്രങ്ങൾ വരച്ചുവിറ്റു. പണ്ടെപ്പോഴോ താൻ നിസാരമായി കണ്ട അവളുടെ കഴിവ് ഇന്ന് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതറിഞ്ഞ് സലീമിന് അഭിമാനം തോന്നി. പതുക്കെ ആരോഗ്യം വീണ്ടെടുക്കാൻ തുടങ്ങിയപ്പോൾ സുഹറ സലീമിനെ വരയ്ക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ആദ്യം കൈകൾ വിറച്ചെങ്കിലും സുഹറയുടെ നിർബന്ധം കാരണം സലീം ശ്രമം തുടർന്നു. അവനിലെ കലാകാരൻ പതിയെ ഉണർന്നു. ഓരോ വരയിലും അവന്റെ വിഷാദം ഇല്ലാതായി. അവന്റെ ആദ്യത്തെ ചിത്രം സുഹറയുടെ സ്നേഹത്തെക്കുറിച്ചായിരുന്നു. അത് കണ്ടപ്പോൾ സുഹറയുടെ കണ്ണു നിറഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു പ്രമുഖ ആർട്ട് ഗാലറി സുഹറയുടെയും സലീമിന്റെയും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു. ആ പ്രദർശനം അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവായി. സലീമിന്റെ ചിത്രങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. അവന്റെ ചിത്രം വാങ്ങാൻ ആളുകൾ തടിച്ചുകൂടി. സുഹറയുടെ കഴിവിനെയും സ്വപ്നങ്ങളെയും ബഹുമാനിച്ച സലീമിന്റെ ആത്മാർത്ഥത അവനെ ഒരു യഥാർത്ഥ കലാകാരനാക്കി മാറ്റി. അപകടം അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയായിരുന്നെങ്കിലും അത് അവരെ കൂടുതൽ അടുപ്പിച്ചു.
സുഹ്റയുടെ കഴിവിനെയും സ്വപ്നങ്ങളെയും സലീം ബഹുമാനിക്കാൻ തുടങ്ങി. അതായിരുന്നു അവരുടെ യഥാർത്ഥ വിജയം. ആർട്ട് സ്റ്റുഡിയോയുടെ വിജയത്തിനു ശേഷം സുഹ്റയും സലീമും പുതിയൊരു സ്വപ്നത്തിലേക്ക് കടന്നു. അത് തങ്ങളെപ്പോലെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്ന ഒരു സ്ഥാപനം തുടങ്ങുക എന്നതായിരുന്നു. കലയിലൂടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു കേന്ദ്രം. സലീം തന്റെ അപകടത്തെ ഓർത്ത് രൂപകൽപ്പന ചെയ്ത ഒരു ചിത്രം അതിന്റെ പ്രതീകമായി തിരഞ്ഞെടുത്തു. ഇരുട്ടാണ് നമ്മളെ വെളിച്ചത്തിലേക്ക് നയിച്ചത്, സലീം സുഹ്റയോട് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഈ സന്തോഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സമയമായി. അവർ മഷിക്കുപ്പായം എന്ന് പേരിട്ട ഒരു കേന്ദ്രം തുറന്നു. അവിടെ കലയിലൂടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ നേരിടാൻ ആളുകളെ സഹായിച്ചു. സുഹ്റയുടെയും സലീമിന്റെയും കഥ അവിടെ എത്തുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമായിരുന്നു. അവരുടെ ജീവിതാനുഭവങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് ഒരു വഴികാട്ടിയായി. സലീം പൂർണ്ണ ആരോഗ്യവാനായില്ലെങ്കിലും അവനിലെ കലാകാരൻ പൂർണ്ണമായി വളർന്നിരുന്നു. സുഹ്റയുടെ കണ്ണിലെ സ്വപ്നങ്ങളെ മനസ്സിലാക്കിയ സലീം ഇന്ന് അവളുടെ സ്വപ്നങ്ങളുടെ ഭാഗമായിരുന്നു. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം പരസ്പരം താങ്ങും തണലുമായി നിലകൊള്ളുന്ന ഈ സ്നേഹബന്ധമായിരുന്നു. സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്നതിനിടയിൽ സുഹ്റയ്ക്ക് വയറുവേദന തുടങ്ങി. ആദ്യമൊന്നും അതത്ര കാര്യമാക്കിയില്ല. പക്ഷെ വേദന കൂടിയപ്പോൾ സലീം അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ അവരെ വിളിച്ചു. സുഹ്റയ്ക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അതും 3-ാം സ്റ്റേജിൽ. സലീം തളർന്നുപോയി. അവന്റെ ജീവിതം വീണ്ടും ഇരുട്ടിലായി. ഒരു നിമിഷം കൊണ്ട് അവന്റെ സന്തോഷങ്ങളെല്ലാം ഇല്ലാതായി. സുഹ്റയ്ക്ക് രോഗം പിടിപെട്ടപ്പോൾ സലീം അവളെ ചികിത്സിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങി. കീമോതെറാപ്പിയും മറ്റ് ചികിത്സകളും സുഹ്റയെ ശാരീരികമായി തളർത്തി. അവളുടെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ സലീം അവളെ ചേർത്ത് പിടിച്ചു. സുഹ്റയുടെ മുടി കൊഴിഞ്ഞു. അവളുടെ മനസ്സ് പതിയെ ഇരുട്ടിലേക്ക് വീണു. അവളുടെ നിറങ്ങൾ മാഞ്ഞുപോയി. അവൾക്ക് വരയ്ക്കാൻ കഴിഞ്ഞില്ല. വരച്ച ചിത്രങ്ങൾ വിൽക്കാനായി അവൾ സലീമിന് നൽകി. സലീം സുഹ്റയെ ചികിത്സിക്കാൻ തന്റെ സ്റ്റുഡിയോ വിറ്റു. സുഹ്റയെ തിരികെ കൊണ്ടുവരാൻ അവനെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നു. അവളുടെ ആരോഗ്യമാണ് അവന്റെ ലോകം. കരിമഷിക്കണ്ണുകൾ, വാടിയ ചുണ്ടുകൾ, നിറമായും ജീവിതം വേദനയേ. ഒരകൾ മാഞ്ഞല്ലോ, സ്വപ്നങ്ങൾ മങ്ങിയേ. നഷ്ടബോധത്തിൻ കയ്പിൽ തളർന്നു പോയല്ലോ, നഷ്ടബോധത്തിൻ കയ്പിൽ തളർന്നു പോയല്ലോ. കീമോവിൻ നോവിൽ തണുത്തോരാരാവിൽ ഓർമ്മകൾ മാത്രം ആശ്വാസമായി. വരച്ച ചിത്രങ്ങൾ തൻ ഒന്നായി നൽകിടുവാൻ സലീമിൻ്റെ കൈകളിൽ സ്നേഹത്താലോർക്കുന്നു. വീണ്ടും വരയ്ക്കാനായി മങ്ങിയ ആശയുണ്ട്, തിരികെ വരാനായി സാധിക്കുമോല്ല. വീണ്ടും വരയ്ക്കാനായി കൈകൾ ഉയർത്തുന്നേ, സാധിക്കാതെ വീണ്ടും താഴെ ഇറക്കുന്നു. സ്വപ്നങ്ങൾ മങ്ങുന്നേ, നഷ്ടബോധം വരുന്നേ. തളർന്നൊരു ദേഹിയായി സുഹ്റയും മാറുന്നേ. സുഹ്റയുടെ രോഗം അവളെ തളർത്തിയപ്പോൾ സലീം തനിച്ചായി. സുഹ്റയുടെ മുറിയിൽ അവളുടെ ചിത്രങ്ങൾ നോക്കി അവനിരുന്നു. അവന്റെ കയ്യിൽ അവൾ വരച്ച ചിത്രങ്ങളുണ്ടായിരുന്നു. അതിലെ ഓരോ നിറത്തിലും അവളുടെ വേദനയുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ ആ ചിത്രങ്ങൾ ഓരോന്നായി മുറിച്ചു. അവളുടെ വേദനകളെ അവൻ വെറുത്തു. ആ ചിത്രങ്ങളോടുള്ള അവന്റെ ദേഷ്യം കാരണം അവൻ നിറങ്ങളെയും വരകളെയും വെറുത്തു. സലീം ഒരു വണ്ടി വാങ്ങി. ഒരു ദിവസം ഒരു പുഴയുടെ അടുത്തുവെച്ച് അവൻ തന്റെ വരകളോടും നിറങ്ങളോടും വിട പറഞ്ഞു. അവൻ ആ ചിത്രങ്ങൾ പുഴയിലെറിഞ്ഞു. സുഹ്റയുടെ രോഗത്തെക്കുറിച്ച് അവൻ ആരുമായി സംസാരിച്ചില്ല. അവരുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും അവൻ ഒഴിവാക്കി. അവൻ വിഷാദത്തിലായി. സുഹ്റയ്ക്ക് രോഗം പിടിപെട്ടപ്പോൾ സലീം തന്റെ എല്ലാ സന്തോഷങ്ങളും ഉപേക്ഷിച്ചു. അവൻ തന്റെ ജീവിതത്തിൽ ഇനി നിറങ്ങൾ വേണ്ടെന്ന് തീരുമാനിച്ചു. ഈ സുഹ്റയുടെ അസുഖം അവളെ പതിയെ മരണത്തിലേക്ക് അടുപ്പിച്ചു. വേദന കാരണം അവൾക്ക് സംസാരിക്കാനോ ആരെയും തിരിച്ചറിയാനോ കഴിഞ്ഞില്ല. സലീം അവളെ ചേർത്തുപിടിച്ച് ആശ്വാസം നൽകി. അവളുടെ വേദന അവന്റെയും വേദനയായിരുന്നു. സലീമിന്റെ കൈകളിൽ കിടന്ന് സുഹ്റ അവസാനമായി അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ അവനോടുള്ള സ്നേഹവും താനില്ലാത്ത ലോകത്തിലെ അവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആധിയുമുണ്ടായിരുന്നു. ഒരു വെളുപ്പാൻ കാലത്ത് സുഹ്റ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവളുടെ ജീവൻ ഒരു ചിത്രത്തിലെ നിറം പോലെ മാഞ്ഞുപോയി. സലീം തനിച്ചായി. ഒരു മരവിച്ച മനസ്സുമായി അവൻ അവളുടെ അടുത്തിരുന്നു.
അവന്റെ ജീവിതത്തിൽ ഇനി നിറങ്ങളില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അവൾ വരച്ച ചിത്രങ്ങൾ പുഴയിലെറിഞ്ഞത് അവൻ ഓർത്തു. അവന് സ്വയം വെറുപ്പ് തോന്നി. അവളോടുള്ള ദേഷ്യമല്ല, മറിച്ച് തന്റെ ദേഷ്യമായിരുന്നു അത്. സുഹ്റയുടെ മരണശേഷം സലീം ഒരു ഭ്രാന്തനെ പോലെയായി. അവൻ വെറുപ്പും നിസ്സഹായതയും കാരണം തകർന്നു പോയിരുന്നു. ഒരു ദിവസം അവൻ ഒരു ഒഴിഞ്ഞ നിരത്തിലൂടെ നടന്നു. സുഹ്റയെ ഓർത്തുള്ള വേദന അവനെ വല്ലാതെ അലട്ടി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവന്റെ മനസ്സിൽ ഇരുട്ടായിരുന്നു. അവൻ നടന്നു. ജീവിതം അവന് ഒരു ഭാരമായി തോന്നി. അവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തിനാണ് അവൾ തന്നെ വിട്ടുപോയത്? എന്തിനാണ് താൻ മാത്രം ഈ ലോകത്ത്? റോഡിലൂടെ നടക്കുമ്പോൾ അവന്റെ ചിന്തകൾ അവന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. അലക്ഷ്യമായ അവന്റെ നടത്തം ഒരു വാഹനാപകടത്തിന് കാരണമായി. ഒരു ട്രക്ക് അവനെ ഇടിച്ചു. അവന്റെ ജീവിതം അവിടെ അവസാനിച്ചു. സുഹറയെപ്പോലെ അവനും ഈ ലോകത്തോട് വിട പറഞ്ഞു. അവന്റെ മരണം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിവെച്ചു. അവന്റെ ജീവിതം എന്തിനാണ് ഇങ്ങനെ അവസാനിച്ചത്? അവന്റെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും അർത്ഥമെന്തായിരുന്നു? കരയരുതേ, നിനവായി വന്നു നീ, നോവായി ചിറകിൽ നീങ്ങു പോയി, കരളിൽ പകുത്തു നൽകി നീയും തനിച്ചാക്കി, എന്നെ പിരിഞ്ഞു നീ പോയി. കരയരുതേ, കരയരുതേ. നിലവിൻ്റെ കായലിൽ എന്നെ തനിച്ചാക്കി, നീയും പോയി മറഞ്ഞുവോ സഖീ.